വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത യോഗത്തിൽ കൂട്ടത്തല്ല്. മാനന്തവാടി നിയോജക മണ്ഡലം ലീഡേഴ്സ് മീറ്റ് നടക്കുമ്പോഴാണ് സംഘർഷമുണ്ടായത്. ആരോപണ വിധേയരെ വേദിയിലിരുത്തിയെന്നാരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തുകയായിരുന്നു. നിലവിൽ ഔദ്യോഗിക പദവികൾ വഹിക്കാത്തവരെയും PK ജയലക്ഷ്മിക്കെതിരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചുവെന്ന ആരോപണം നേരിടുന്നവരെയും വേദിയിലിരുത്തരുത് എന്ന് ഒരു വിഭാഗം ആവശ്യമുന്നയിച്ചു. ഒരു വിഭാഗം ഇത് എതിർത്തു. യോഗ ഹാളിലെ അസ്വാരസ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ തർക്കമായി. പിന്നെ തമ്മിലടിയും കൂട്ടത്തല്ലും. രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയായിരുന്നു തല്ല്. ഇതിനിടെ ഒരു വിഭാഗം യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു. നേതാക്കൾ ഇടപെട്ടിട്ടും സംഘർഷമായനില്ല. ഇതോടെ വേഗത്തിൽ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷവും നേതാക്കൾ പരസ്പരം പോർവിളികളുമായി രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് മാനന്തവാടി നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് ഷൈജുവിനെ നിലവിലെ യൂത്ത് കോൺഗ്രസ് വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റ് സാലി ഇമ്മിനിയാണ്ടി അസഭ്യം പറയുന്ന ശബ്ദരേഖയും പുറത്തുവന്നു. ഇതിൽ നടപടി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുകയാണ്. സംഭവത്തിൽ ജില്ലാ നേതൃത്വത്തിനോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതിനു പിന്നാലെ 2 പേർക്കെതിരെ നടപടിയുമുണ്ടായി. മാനന്തവാടി നിയോജക മണ്ഡലം സെക്രട്ടറി ഷിനു ജോൺ, എടവക മണ്ഡലം വൈസ് പ്രസിഡന്റ് അക്ഷയ് ജീസസ് എന്നിവരെ ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കിയതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് അറിയിച്ചു. സംഘടനാ വീഴ്ച വരുത്തിയതായി കാണിച്ചാണ് നടപടി. യോഗത്തിൽ സംഘർഷം നടന്നുവെന്ന പ്രചാരണം തെറ്റാണെന്നും നേതൃത്വം അറിയിച്ചു. കൈരളി ന്യൂസ്, വയനാട്.